ഡേ 3 ഇൻ കാശ്മീർ. കാശ്മീരിൽ വന്നിട്ട് ഗുൽമാർഗ് കാണാതെ പോകാനാവുമോ? ഓണസ്റ്റ്ലി ഇതാണ് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിലെ ഏറ്റവും അവൈറ്റഡ് ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ രാവിലെ തന്നെ ഗുൽമാർഗിലേക്ക് യാത്ര തുടങ്ങി. വഴിയൊക്കെ പച്ചപ്പും മലകളും. ഗുൽമാർഗ് എത്തിയപ്പോൾ മഞ്ഞ് മൂടിയ കാഴ്ചകൾ കണ്ടപ്പോൾ ശരിക്കും ഒരു സിനിമയുടെ സെറ്റിലെത്തിയ ഫീലായിരുന്നു. ഞങ്ങളുടെ പ്ലാൻ ഗൊണ്ടോള ഫേസ് 2 വരെ പോകാനായിരുന്നു. പക്ഷേ അന്ന് വളരെ ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാൽ ഫേസ് 2 സർവീസ് സേഫ്റ്റി റീസൺ കൊണ്ട് നിർത്തിവെച്ചു. കുറച്ച് നിരാശ തോന്നിയെങ്കിലും ഫേസ് 1 തന്നെ സ്നോ ആക്ടിവിറ്റീസ് ചെയ്ത് നന്നായി എൻജോയ് ചെയ്തു. ഇനി ഗുൽമാർഗ് പോകുന്നവർക്ക് കുറച്ച് പ്രധാന ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ടിപ്പ് 1: ഗൊണ്ടോള ടിക്കറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്യുക. നിങ്ങൾ ഗുൽമാർഗ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗൊണ്ടോള ടിക്കറ്റ്സ് എത്രയും നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അവസാന നിമിഷത്തേക്ക് വെച്ചാൽ ടിക്കറ്റ്സ് വളരെ വേഗം സോൾഡ് ഔട്ട് ആകും. ഞങ്ങൾ പോയ സമയത്തും ഒരുപാട് പേർക്ക് ടിക്കറ്റ് കിട്ടാതെ തിരികെ പോകേണ്ടി വന്നിരുന്നു. ടിപ്പ് 2: രാവിലെ തന്നെ എത്തുക. ഗൊണ്ടോളയിലേക്ക് വലിയ ക്യൂ ആയിരിക്കും. എസ്പെഷ്യലി സീസൺ സമയത്ത് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരാം. അതുകൊണ്ട് കഴിയുന്നത്ര ഏർലി മോർണിംഗ് എത്തുന്നത് സമയം ലാഭിക്കാനും ക്രൗഡ് ഒഴിവാക്കാനും സഹായിക്കും. ടിപ്പ് 3: ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യുമ്പോൾ നെഗോഷിയേഷൻ നിർബന്ധം. സ്നോ ബൈക്ക്, ATV, സ്ലേ റൈഡ് എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും ആദ്യം പറയുന്ന റേറ്റ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യരുത്. ഞങ്ങളോട് ആദ്യം പറഞ്ഞ പാക്കേജ് 16,000 പെർ പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തു. വേറെ ഓപ്പറേറ്റേഴ്സിനോട് സംസാരിച്ചു. അവസാനം അതേ പാക്കേജ് 5,000 പെർ പേഴ്സണിൽ കിട്ടി. അതായത് ഒരാൾക്ക് തന്നെ 11,000 സേവ്. അതുകൊണ്ട് ആദ്യ റേറ്റ് കേട്ട് ഉടനെ പേയ്മെൻറ്റ് ചെയ്യരുത്. കുറച്ച് സമയമെടുത്ത് കമ്പയർ ചെയ്യുകയും നെഗോഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി നെക്സ്റ്റ് ടിപ്പ്: ജാക്കറ്റ്സ്, ബൂട്ട്സ്, ഗ്ലൗസ് വാങ്ങേണ്ട, റെൻറ്റ് ചെയ്താൽ മതി. സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്ന വഴിയിൽ മഡും സ്ലഷും ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് ജാക്കറ്റും ബൂട്ട്സും വളരെ പെട്ടെന്ന് ഡേർട്ടി ആവും. ഒരു ദിവസം മാത്രം ഉപയോഗിക്കാൻ വാങ്ങുന്നതിനേക്കാൾ റെൻറ്റ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പ്രാക്ടിക്കലുമായതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇനി ലാസ്റ്റ് ടിപ്പ്: കുറച്ച് ഹിന്ദി അറിയുന്നത് വളരെ സഹായകരമായിരിക്കും. ഗുൽമാർഗിൽ അധികം ആളുകൾക്കും ഹിന്ദി മാത്രമേ നല്ല രീതിയിൽ അറിയത്തുള്ളൂ. ഇംഗ്ലീഷ് അവർക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ഹിന്ദി സെൻറ്റൻസസ് അറിയാമെങ്കിൽ നെഗോഷിയേഷൻ ചെയ്യാനും ഡയറക്ഷൻസ് ചോദിക്കാനും ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാകും. ഫേസ് 2 മിസ്സായതിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഗുൽമാർഗിൻ്റെ ബ്യൂട്ടി ഒട്ടും കുറവില്ലായിരുന്നു. ഓരോ നിമിഷവും വേർത്തിട്ടായിരുന്നു. ഡേ 3 നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്: കാശ്മീരിൽ ഐറ്റിനറി ഡിസൈഡ് ചെയ്യുന്നത് നമ്മളല്ല, വെതറാണ്. ഗുൽമാർഗിൽ പോയ അന്ന് ഞങ്ങൾ എക്സ്ട്രാ ഒരു ഗൈഡിനെ ഞങ്ങളുടെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സഹായം കിട്ടിയിട്ടുണ്ട്. അതായത് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കുമെന്നും നല്ല രീതിയിൽ നെഗോഷിയേഷൻ ചെയ്യണമെന്നും അങ്ങേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി രൂപ ലാഭിക്കാൻ പറ്റി. ഗുൽമാർഗിലെ ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ആസാദ് ഭാരത് മ്യൂസിയം ആയിരുന്നു. ഇന്ത്യയുടെ ചരിത്രവും സാംസ്കാരിക പൈതൃകവും വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു ചെറിയ മ്യൂസിയമാണത്. ഗുൽമാർഗിലെത്തിയാൽ സമയം കിട്ടിയാൽ അവിടെ ഒന്ന് കയറി കാണാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമാണ്.